Annyeonghamis, welcome back to our family. Now we are in Fantasy World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 2 വർഷത്തിന് മുന്നേ റിലീസാക്കിയ ഹാപ്പി ജേർണി വെൽക്കം ടു കേരളയുടെ സെക്കൻഡ് സീസൺ ആണ്. ഇത് 2 വർഷം മുന്നേ റിലീസാക്കിയത് കൊണ്ട് തന്നെ ഇതിൽ എൻ്റെ വോയിസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ബോറാണ്. സോ ക്ഷമിക്കുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഫസ്റ്റ് സീസണിലുള്ളത് പോലെ തന്നെയായിരിക്കും ഇതിലും. അവരെല്ലാവരും ഐഡൽസ് ആണ്, അവരവരുടെ പേര് തന്നെയാണ് ഇതിലും. പിന്നെ UN എന്നായിരിക്കും ഞാൻ പറയാം. ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരാം. അതിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും അല്ല, എന്നാലും ഞാൻ അതിനെപ്പറ്റി അവിടെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരാടാ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. ഓക്കെ, നമുക്കിനി നേരെ കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ ഒരു ഗൈഡ് സെൻറ്ററിലെ മാനേജറിൻ്റെ ക്യാബിനാണ് കാണിക്കുന്നത്. അവിടേക്ക് UN കയറി പോവാണ്. സർ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ സർ? UN നാളെ താൻ ഫ്രീ അല്ലേ? ആ അതെ സർ, ഇതുവരെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ തനിക്കൊരു വർക്ക് തരുവാണ്. ഒരു ടീമിനെ കൃഷ്ണൻകുട്ടി വൈദ്യരുടെ ബോഡി മസാജ് സെൻറ്ററിലോട്ട് കൊണ്ടുപോകണം. ആ ഓക്കെ സർ. ഏതാ ടീം? അത് കഴിഞ്ഞ തവണ വന്ന അതേ K-pop ബാൻഡ് തന്നെ. വാട്ട്? കഴിഞ്ഞ സീസണിൽ നടന്നതൊക്കെ പെട്ടെന്ന് ആലോചിച്ച് നോക്കുവാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്തൊക്കെ ബഹളങ്ങളാണ് ഉണ്ടായതെന്ന്. ഐ എം സോ സോറി സർ, ബട്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു. വൈ? ദേ ആർ സോ ഫേമസ് ആൻഡ് ഹാൻസം ടു. അത് തന്നെ കുഴപ്പം. എന്താ? സോറി സർ, ഐ എം സോ സോറി, ബട്ട് ഇതെനിക്ക് പറ്റില്ല. എന്നാൽ തൻ്റെ ജോലിയുടെ കാര്യം കഷ്ടത്തിലാവും. അത് സാർ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് ഇത്തവണ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുവാണ്. അപ്പോൾ മാനേജർ വന്നിട്ട് എൻ്റെ പൊന്ന് താൻ സമ്മതിച്ചേ പറ്റൂ. ഇല്ല സർ, കഴിഞ്ഞ തവണ നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഒരു പെങ്കൊച്ചായതുകൊണ്ടും അവർക്ക് മാന്യത ഉള്ളതുകൊണ്ടും എന്നെ ഒന്നും ചെയ്യാതെ പോയി. യുവൻ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. ഇത് തന്നെയല്ലേ സാർ അന്നും പറഞ്ഞേ, ഓർമ്മയുണ്ടല്ലേ? ആ സംഭവം കഴിഞ്ഞിട്ട് വെറും 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അയ്യോ. യുവൻ, ഇത് താൻ തന്നെ ചെല്ലണമെന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കെഞ്ചുന്നത്. പ്ലീസ്. അവരങ്ങനെ പറഞ്ഞു? നോ വേ മാൻ. അല്ല സാർ, നീ എന്നെ എന്ത് വേണേ വിളിച്ചോ, ഐ ഡോണ്ട് കെയർ. ബട്ട് താൻ നാളെ പോവാൻ ഓക്കെ പറഞ്ഞേ പറ്റൂ. അത് സാർ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയാലോ? ഇല്ലടോ, എല്ലാം ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ താനൊരു ഗൈഡായിട്ടല്ല ഫ്രണ്ടായിട്ട് പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴേക്കും എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോപ്പാവുകയാണ്. അത് കണ്ടിട്ട് ഓക്കെ സാർ, ഞാൻ പോവാം. പക്ഷെ അന്നത്തെ പോലെ രാവിലെ വിളിച്ച് വണ്ടി വർക്ക്ഷോപ്പിലാണ് ഉട്ടോപ്പിയിലാണെന്നെങ്ങാനും പറഞ്ഞ സാറാണെന്നൊന്നും നോക്കൂല ഞാൻ. കാം ഡൗൺ. ശരി സാർ, ഞാൻ പോവാം. ഓക്കെ അല്ലേ? എല്ലാം അപ്പോൾ പറഞ്ഞ പോലെ. അയ്യോ, രക്ഷപ്പെട്ട്. അങ്ങനെ അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നത് മോർണിംഗ് എയർപോർട്ടിലാണ്. അവിടെ ഭയങ്കര മാസമായിട്ട് അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ വന്ന് ഇറങ്ങുവാണ് OT7. അപ്പോൾ ജിമിൻഷിയുടെ മൈൻഡ് വോയിസ് എഗെയിൻ നമ്മൾ കേരളത്തിലെത്തി. ഈവൻ ഞാൻ നിന്നെ കാണാൻ വന്നടാ. നിന്നെ കാണുമ്പോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കും. ഇത്തവണയെങ്കിലും ഞാൻ അവളുടെ നമ്പർ വാങ്ങും. പൊടിക്കള്ളിയോടത്. ഡേ, കഴിഞ്ഞ തവണ വന്നതുപോലെ ഇപ്പോഴും നമ്മുടെ ബോഡി ഗാർഡ്സിനെ കൊണ്ടുവരാണ്ടാ നമ്മൾ വന്നേക്കണേ. 6 മാസം കൊണ്ട് പീരിയഡ്സിൻ്റെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് അങ്ങേര് സമ്മതിച്ചത്. ഇത്തവണയെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചോണ്ട് വരല്ലേ പ്ലീസ്. ജിമിനെ, പ്രത്യേകിച്ച് നിന്നോട് എനിക്കിനി താങ്ങാനുള്ള ശേഷിയില്ല. ശരി, ഒരു തവണ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു എപ്പോഴും അബദ്ധം പറ്റുമോ? അതൊക്കെ പണ്ടല്ലേ. ഞാനിപ്പോൾ നല്ല മാറി. ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നൊരു വയ്യാവേലി എടുത്ത് വെക്കാറില്ല. ഞങ്ങൾക്കറിയാമല്ല. ശരി, ഈ എന്നെ വിളിച്ചു നോക്ക്, എത്തിയോന്നറിയാമല്ലോ. അപ്പോൾ ടേയോങ് ഫോൺ എടുത്ത് ആർക്കോ കോൾ ചെയ്യുവാണ്. ഹലോ, എവിടെ എത്തി? എത്താറായോ? ഓക്കെ, ശരി. യോങ്, അവൾ എത്താറായെന്നാ പറഞ്ഞത്. അപ്പോൾ ജിമിൻ ടേയോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട്, നീ ഇപ്പം ആരെയാടാ വിളിച്ചേ? ആരെ? അവളുടെ നമ്പർ എങ്ങനെ നിനക്ക് കിട്ടി? അത് അന്ന് വന്നപ്പോഴേ കിട്ടിയല്ലോ. എന്തേ? അന്ന് വന്നപ്പോഴാ? നീ എന്നൊരു കുമ്പാരത്തിൽ കയറി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് ഓർമ്മയുണ്ടാ? കളിച്ചതാ? ഡേ, അത് ഞാൻ ഉറുമ്പിന്റെ കടി കൊണ്ട് ഓടിയതാടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പാമ്പിന്റെ കടി കൊണ്ട് രക്ഷപ്പെടാനുള്ള വെപ്രാളം കാണിച്ചാൽ നീയൊക്കെ ഞാൻ നാഗിൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയുമല്ലോടാ. ഏറെക്കുറെ ചതിയാ, വഞ്ചക. നിന്നെ ഞാൻ എന്റെ സോൾമേറ്റ് ആയിട്ടല്ലേ കണ്ടത്. അയിനാ? ഡേ, നിനക്ക് അവളുടെ നമ്പർ കിട്ടിയ കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞൂടെ? നിന്നോട് പകരം വീട്ടോടാ, ചതിയ എന്ന് പറഞ്ഞ് JKയുടെ അടുത്തേക്ക് പോവാണ്. JK ആരോടോ ഫോണിൽ മെസ്സേജ് അയച്ച് ചിരിച്ചിരിച്ച് നിൽക്കുവാണ്. അപ്പൊ ജിമിൻഷി വന്നിട്ട്, ഡേ JK, നമ്മളെ പറ്റിച്ചടാ. ഡേ കുട്ടിച്ചെറുക്ക, നീ കേൾക്കുന്നുണ്ടോ? അല്ല, നീ ആർക്കും ഇങ്ങനെ ചിരിച്ചിരിച്ച് മെസ്സേജ് അയക്കണേ? JK ഒരാളായിട്ട് പോലും ജിമിൻഷിയെ നോക്കുന്നു കൂടിയില്ല. അപ്പോൾ പെട്ടെന്ന് ജിമിൻഷിയുടെ തോളിൽ JK കളിക്കടിച്ചിട്ട്, ഇവൻ്റെ ഒരു കാര്യം. യുവൻ എന്ന് പറയുന്ന പേര് കേട്ടതും ജിമിൻഷി JKയുടെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങിക്കാണ്. താടാന്നാ? അടി തരാടാ. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ, എന്നിട്ട് തീരുമാനിക്കാം തരണോ വേണ്ടേന്ന്. ചോദിക്ക്. യുവന്റെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടല്ലോ, ഞങ്ങൾ 6 പേരുടെ കയ്യിലുണ്ടല്ലോ.
എന്തുകൊണ്ട് നീ ഇത് നേരത്തെ എന്നോട് പറഞ്ഞില്ല? ഇതെന്തോന്ന് പാട്? അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഹ്യോങ്ങിനെ ആഡ് ചെയ്തല്ലോ. അപ്പൊ തന്നെ ഹ്യോങ് അല്ലേ ലെഫ്റ്റ് ആയേ? അയ്യോ, അത് ഈ ഗ്രൂപ്പായിരുന്നു. അത് ഞാൻ എൻ്റെ അമ്മായിസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത പരദൂഷണ ഗ്രൂപ്പാന്ന് വിചാരിച്ച. അതിന് ഞങ്ങളെന്ത് ചെയ്തു? അന്ന് ഇവനെ നല്ല വിഷമായി. ഇവനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത് കൊണ്ടാണോ നീ ലെഫ്റ്റ് ആയെന്നൊക്കെ ചോദിച്ചോളൂ. അപ്പൊ നീ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, അല്ലല്ലോ നീ അങ്ങനെ തന്നെ, നേരിട്ട് കാണുമ്പോൾ നല്ല കൂട്ടായ പോലെ ഇരിക്കും, അല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ പിന്നെ ആ വഴിക്ക് വരില്ലാന്ന്. നമ്പിക്ക ദ്രോഹി. എന്താണ്? എടാ ചതിയാ, വഞ്ചക, ഞാൻ നിന്നോട് മിണ്ടൂലടാ. സത്യം പരമാത്രം. ഓ, എന്തൊരു സന്തോഷം. എന്നെ പറ്റിച്ചതിന് നിന്നോടൊക്കെ ദൈവം ചോദിക്കണം. അപ്പൊ ജൂണിച്ചൻ, ഡേ അവള് വന്നു, ബാ പുറത്തേക്ക് പോവാം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പുറത്തിറങ്ങുവാണ്. അവിടെ പുറത്ത് തന്നെ നമ്മുടെ ഇയാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഹായ് സർ, എഗെയിൻ വെൽക്കം ബാക്ക് ടു കേരള. അപ്പൊ ടേ ഓടി വന്ന് ഇയാനെ കെട്ടിപ്പിടിച്ചിട്ട്, സുഖാണോ ഇയാൻ? ഐ മിസ് യു സോ മച്ച്, യു നോ. ഐ നോ സർ. അപ്പൊ ജിമിൻഷിയുടെ മൈൻഡ് വോയിസ്, എടാ മഹാബാബി, ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന എല്ലാം ഇവൻ ചെയ്യുവാണല്ലോ. ഇതാ സോൾമേറ്റ് എഫക്ട് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നീ എന്നെ സാറിന്നൊന്നും വിളിക്കണ്ട, ടേന്ന് വിളിച്ചാൽ മതി. എന്ന് വിളിക്കുന്ന പോലെ. എന്നും വിളിക്കുന്ന പോലെയാ? ഓ, അപ്പൊ വിളിയൊക്കെ ഉണ്ടല്ലേ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജെയ്ക്ക് ഓടി വന്ന്, ചേട്ടാ മാറിയിക്കടാ, അവള് കുറച്ച് ശ്വാസം വിടട്ടെ. എന്നിട്ട് തേ കഷ്ടപ്പെട്ട് പിടിച്ചു മാറ്റുവാണ്. തേ ഒന്ന് മാറി ഇവനൊന്ന് ഓക്കെ ആവുമ്പോഴേക്കും ജെയ്ക്ക് ഇറുക്കി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ വീണ്ടും ജിമിൻഷിയുടെ മൈൻഡ് വോയിസ്, ആ തേ കുറച്ച് മയത്തിലാ കെട്ടിപ്പിടിച്ചത്. ഇവൻ എന്താടാന്ന് വെച്ചാ എനിക്ക് പൊട്ടിക്ക. കാലമാടാ, അത് ടൊമാറ്റോ സോസ് പാക്കറ്റ് ഒന്നും അല്ല, ഇങ്ങനെ ഞെരുക്കി പിതുക്ക. അയ്യോ. അപ്പൊ ജൂണിച്ച വന്നിട്ട്, വിടടാ, ഇങ്ങനെ പിതുക്കി കൊല്ലല്ലേ. കുക്കി, അവളൊന്ന് ശ്വാസം വിടട്ടാ. അപ്പോ കുക്കിയും എന്നെ വിട്ടിട്ട്, സോറി, പെട്ടെന്ന് കണ്ടതിന്റെ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചതാ. മനസ്സിലായി. എന്നിട്ട് അവരെല്ലാവരെയും വെൽക്കം ചെയ്ത് പുറത്തേക്ക് വരാണ്. പുറത്തൊരു ഓട്ടോ കിടപ്പുണ്ട്, അത് വേണ്ടിയിട്ട് OT7 പരസ്പരം നോക്കുകയാണ്. ഈശ്വരാ, വീണ്ടും ആദ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുവാണോ? ഓ ഈശോ മറിയോസേപ്പേ, ഞങ്ങൾ എല്ലാവരെയും ഇപ്രാവശ്യം കാത്തോണ്ടേ. ഹൈ സബാഷ്, എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കണേ? വാ വന്ന് കയറ് എന്നും പറഞ്ഞ് ആ ഓട്ടോയിൽ കയറാൻ പോവാണ്. അപ്പൊ ഇവൻ, അയ്യോ സാർ എങ്ങോട്ട് പോവാ? ഓട്ടോയിൽ കയറാൻ ഒരു 5 മിനിറ്റ് തന്നാൽ മതി ഇവൻ, ഞങ്ങൾ എല്ലാവരും സെറ്റിൽ ആയിക്കോളാം. ഇവൻ, ഞങ്ങൾക്ക് ഇരിക്കേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും നല്ല ഓർമ്മയുണ്ട്. ഇരിക്കേണ്ട പ്രൊസീജിയേഴ്സാ? ഈ ഹ്യോങ്ങിനെ കൊണ്ട്. അയ്യോ സാർ, അതിലല്ല, ഇതില് ഇപ്രാവശ്യം നമ്മൾ ഇതിലാ പോണേ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന ഒരു വലിയ കാറ് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള കാറ്. എനിക്ക് ഈ കാറിന്റെ നെയിമൊന്നും അത്ര പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. സോ നിങ്ങൾ എന്നെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. OT7 അപ്പോഴും അന്തം വിട്ട് പരസ്പരം നോക്കാണ്. എപ്പോഴാ എന്നുള്ള മട്ടില്, അയ്യോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ആ ഹോട്ടലിൽ തന്നെ പോവാം. എല്ലാവരും ഷോക്കായി വിയെ നോക്കുവാണ്. എന്താടാ എന്നുള്ള മട്ടില് വിയെ അവരെ നോക്കുവാണ്. അപ്പൊ യുങ്കിജൻ, JK ആ പന്ന കരടീനെടുത്ത് വണ്ടിയിലിടറാ. ഓക്കെ ഹ്യോ, വിടറാ, നമുക്ക് എല്ലാവർക്കും ആ വണ്ടിയിൽ പോയാൽ എന്താ കുഴപ്പം? അവന്റെ വാ പൊത്തടാ ജൂണെ. പേട്ടി ചെറുക്കായി മുമ്പ് നടന്നത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, ചെള്ളിച്ചെക്കായി എന്നും പറഞ്ഞ് വീയുടെ കവിളിൽ 2 കുത്തും കുത്തി അവര് പോകുന്ന കാറിൽ കൊണ്ടിടുവാണ്. ഞാൻ എന്താണ് അരിച്ചാക്ക ഇങ്ങനെ എടുത്തെറിയാൻ? അരിച്ചാക്കല്ല, സെറ്റായ സിമന്റ് ആക്കും. മിണ്ടാണ്ട് നീങ്ങിയിരിക്കണം അങ്ങോട്ട്. ഇനി നീ മിണ്ടിയ അന്ന് കണ്ട കുളത്തിൽ തള്ളിയിടും ഞങ്ങള്. ആഹാ, ഇവന്മാര് ചെയ്താലും ചെയ്യും, വായ പൊത്തിയിരിക്കടാ ടേയോങ്ങ എന്നും പറഞ്ഞ് ടേയോങ് മിണ്ടാണ്ടിരിക്കുവാണ്. അപ്പൊ ജിമിൻഷി വന്നിട്ട്, എനിക്ക് സൈഡ് സീറ്റ് വേണം. എന്തിന്? ഞാൻ ചിലപ്പോൾ ഛർദ്ദിക്കും. അത് സാരമില്ല, നാരങ്ങയുണ്ട്, നാരങ്ങ തരാം. അല്ലടാ അതൊന്നും ശരിയാവില്ല, ഞാൻ മാറൂല. എടാ ഊളെ, എനിക്കറിയാടാ തെണ്ടി, സൈഡ് സീറ്റിലിരുന്ന് എന്നെ സൈറ്റ് അടിക്കാനല്ലേ, നടക്കൂല മോനെ. അപ്പൊ ജിമിൻഷിയുടെ മൈൻഡ് വോയിസ്, തെണ്ടി, പട്ടി, അലവലാതി, സമ്മതിക്കൂല, ഒന്നിനും സമ്മതിക്കൂല. ഇരിക്കണണ്ടില്ലേ രണ്ടും. അപ്പൊ ജൂണിച്ചൻ, എല്ലാരും കയറ്, വണ്ടിയിൽ കയറ്, ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കും. അയ്യോ സർ, ഞാൻ താൻ ആദ്യം ഞങ്ങളെ സാറിന്ന് വിളിക്കുന്നത് നിർത്ത്. അത് തന്നെ, നമ്മളിവിടെ ഒരു ഫ്രണ്ട്ലി ട്രിപ്പിന് വേണ്ടി വന്നതാ. ചാറ്റ് ചെയ്യുമ്പോഴും കോൾ ചെയ്യുമ്പോഴും കൂളായി നമ്മളെ പേര് വിളിക്കുമല്ലോ. അപ്പൊ എല്ലാവരുമായിട്ട് കോൾ ഉണ്ടല്ലേ? യുവൻ, ഞാനും വിചാരിച്ചു നമ്മളെ കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ക്യൂട്ട് നിക് നെയിമും വിളിച്ച് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുമെന്ന്. ബട്ട് അതൊന്നും നടന്നില്ല. നിക് നെയിമാ? ഇനി എന്തൊക്കെയാ കേൾക്കാനുള്ളത്? അന്നേതാ ഗ്രൂപ്പ് ഒന്ന് മര്യാദയ്ക്ക് നോക്കിയിട്ട് എക്സിറ്റ് ആയാൽ മതിയായിരുന്നു. അല്ല സർ, ഇവിടെ ഞാൻ നിങ്ങളുടെ ആർമിയോ ഫ്രണ്ടോ അല്ലല്ലോ, ഒരു കാഷ്വൽ ഗൈഡ്, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കൂളായി സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് സർ. ഓ യുവൻ, ദിസ് ഈസ് ടു മച്ച്. നീ ഞങ്ങളുടെ കാഷ്വൽ ഗൈഡ് അല്ല, ഒരു നല്ല ഫ്രണ്ടാ. ഓ ഭാഗ്യം, ഫ്രണ്ടിൽ ഒതുക്കിയല്ലോ. ഐ എം സോ സാഡ് യുവൻ. ഇപ്പൊ ഞങ്ങളെ വീണ്ടും സാർന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ദാറ്റ്സ് ബ്രേക്ക് മൈ പിഞ്ച് മനസ്സ്. അപ്പോ ജിമിൻഷി ഒഴികെ ബാക്കിയുള്ളവര്, യുവൻ ദാറ്റ്സ് ഹേർട്ട്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളുടെ ഗൈഡല്ല, നിങ്ങളുടെ ഫ്രണ്ടാ അല്ലേ? അതെ തന്നെ. ഓക്കെ സർ, സോറി ജിനപ്പ. യുവൻ ഒരിക്കൽ കൂടി അങ്ങനെ വിളിച്ചേ, ജിന്നപ്പ. ഓ മാൻ, ഒരിക്കൽ കൂടി. കേരള വണ്ടിയില്. ഞാൻ നിന്റെ ചേട്ടനാടാ ഊളെ.
അതൊക്കെ എന്നെ പിന്നീട് ഓർമ്മിപ്പിച്ചാൽ മതി. ഇവിടെ നിന്ന് അടി ഉണ്ടാക്കിയ ഈ ചെറുക്കനെ അടി വാങ്ങിച്ച് കൂട്ടും ഞാൻ. അതെനിക്കൊരു ഇമോഷണൽ ഡാമേജോ. മിണ്ടാണ്ട് കയറിയിരിക്കാം എന്നും മനസ്സിൽ വിചാരിച്ച് ജെക്കിയുടെ വഴക്കും വാങ്ങിച്ച് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കുവാണ് ജിനേട്ടൻ. അല്ല ജിനേട്ടൻ പോയി, സീറ്റ് പോയി. എന്നിട്ട് എല്ലാവരും ആ കാറിൽ കയറി. ലാസ്റ്റ് ജിമിൻഷി, അത് കഴിഞ്ഞ് യുവനും കയറിയിരിക്കുവാണ്. അതായത് ജിമിൻഷിയുടെ തൊട്ടടുത്ത് യുവൻ പിണക്കത്തിലായിരിക്കും എന്ന് പറഞ്ഞ് യുവനോട് ഒരു അക്ഷരം മിണ്ടാണ്ടിരിക്കുമായിരുന്നു ജിമിൻഷി. യുവൻ ജിമിൻഷിയുടെ അടുത്ത് വന്നിരുന്നതും അങ്ങനെ ഫ്യൂസ് പോയിരുന്നെടുത്ത് ഹൈ വോൾട്ടേജിലാവുകയാണ്. മോഹമൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങുവാണ് സന്തോഷത്തില്. അപ്പോൾ അങ്ങേ അറ്റത്തെ സീറ്റിലിരുന്ന് ജെക്കിയും വിയും ജിമിൻഷിയെ രൂക്ഷമായി നോക്കുവാണ്. അയ്യോ അയ്യോ അയ്യോ, യുവന്റെ സൈറ്റ് അടിക്കാന്നും പറഞ്ഞ ഇവിടെ വന്നിരുന്നത്. എന്നാ യുവൻ ജിമിൻഷിയുടെ അടുത്ത് തൊട്ടടുത്തിരിക്കുന്നു. അയ്യോ ഡാ ജിമിനെ, നിനക്ക് സൈഡ് സീറ്റ് വേണ്ടേടാ? നിനക്ക് ഛർദിക്കാൻ വരൂലേ? ഏയ് നാരങ്ങ ഉണ്ടല്ലോടാ. പിന്നെ സൈഡ് സീറ്റിലാണല്ലോ ഞാൻ ഇരിക്കണേ എന്നും പറഞ്ഞ് ഒരു സൺഗ്ലാസും എടുത്തു വെച്ച് നല്ല സ്റ്റൈലിലിരിക്കുവാണ്. എന്തിടാ എൻ്റെ അടുത്ത് തൊട്ടടുത്ത്? കടവുളെ എന്നെ കാത്തോണ്ടെ, ഈ മഗ്നി ലൈൻസിന്റെ ലുക്കേ ശരിയല്ല. അങ്ങനെ അവിടുന്ന് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. പോകുന്ന വഴിയിലെല്ലാം ജെക്കെയും ബിയെയും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുവാണ് ജിമിൻഷി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സഡൻ ബ്രേക്ക് അടിക്കാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രണ്ടിലേക്ക് പോയി വരുവാണ്. യുവന്റെ തല ഇടിക്കാണ്ടിരിക്കാൻ ജിമിൻഷി യുവന്റെ തലയിൽ പിടിക്കുവാണ്. സൂക്ഷിച്ചു യുവൻ, അറിയോക്കെ? ഓക്കെ സർ, താങ്ക് യു. ഇതേ സമയം ഇവിടെ ജെക്കെയും ബിയും ഇത് കണ്ടിട്ട് അയ്യോ ദൈവമേ, ഇതെല്ലാം കാണേണ്ട ഗതികേടാണല്ലോ എനിക്ക്. പന്നത്തെണ്ടി ഭാഗ്യവാനേ. എന്റെയും കയ്യിൽ വന്ന് കിടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ. എഴിച്ചിപ്പോ ഹോപ്പേട്ടാ. സോറി. എല്ലാവരും ഓക്കെ അല്ലേ? ഞങ്ങൾ ഓക്കെയാ. നീ ഓക്കെയാണോ? ഞാൻ ഓക്കെയാ. ജിന്നേട്ടാ നിങ്ങളവിടെ ഉണ്ടടാ ഇറക്കാ? ഞാൻ വിചാരിച്ചു നിങ്ങൾ പുറത്തു പോയെന്ന്. തെണ്ടി. അയ്യോ എൻ്റെ പൊന്നു ജിന്നേട്ടാ, റാപ്പ് തുടങ്ങല്ലേ. ശരി ശരി. എല്ലാവരും ഓക്കെ ആയി. വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ യുവൻ ജിമിൻഷി, എന്താ യുവൻ? ജിമിൻഷിക്ക് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അയ്യോ എൻ്റെ പൊന്നു യുവൻ, അന്ന് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത് എൻ്റെ അമ്മായിമാര് കുറച്ച് പരദൂഷണ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലോട്ട് എന്നെയും കൂടി ആഡ് ചെയ്യാറ് പതിവാ. ആ ദിവസം കൂടി 2-3 ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മായിസ് വീണ്ടും ഗ്രൂപ്പിലോട്ട് ആഡ് ആക്കിയതായിരിക്കുമെന്ന്. അല്ലാതെ സത്യമായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല. ആക്ച്വലി അതിൽ ആരൊക്കെ ഉണ്ടെന്ന് കൂടി ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി യുവൻ. അയ്യോ സോറി ഒന്നും വേണ്ട ജിമിൻഷി, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴും എന്നോടൊന്നും മിണ്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല ഞാൻ. മനസ്സിലായി ജിമിൻഷി. അന്നേ ജങ്കുക്ക് എന്നോട് പറഞ്ഞായിരുന്നു വേറെ എന്തോ കാര്യമാണ്, അല്ലാണ്ട് ഹ്യോങ് ഇങ്ങനെ ചെയ്യുന്ന ആളൊന്നും അല്ലെന്ന്. ആ ചെറുക്ക അങ്ങനെ പറഞ്ഞ? എന്നാ ഓക്കെ. അങ്ങനെ ഫുള്ള് ഹാപ്പിയായി ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വണ്ടി കയറുവാണ്. ഫുൾ ഗ്രീനറി, നല്ല തണുത്ത കാറ്റ്, നല്ല ബെസ്റ്റ് ക്ലൈമറ്റ്. അവിടെ ഒരു തറവാട്ടിന്റെ മുന്നിൽ വണ്ടി സ്റ്റോപ്പ് ആവുകയാണ്. കൃഷ്ണൻകുട്ടി വൈദ്യരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവര്. അവിടുത്തെ എൻട്രൻസിൽ തന്നെ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലേഡീസ് നിന്ന് കുറി തൊട്ട് മാലയിട്ട് വെൽക്കം ചെയ്യാണ്. അതൊരു ബോഡി മസാജ് സെന്റർ ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെയൊക്കെയാണ് വെൽക്കം ചെയ്യാറ്. ഇതെല്ലാം യുവനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും തറവാട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ചേക്കിയുടെ കയ്യിൽ ആരോ കുറച്ച് കുറി ഇട്ട് കൊടുക്കാണ്. ഇതിപ്പോ ആരായിട്ടെ? യുവനല്ലേ പറഞ്ഞേ കുറിയിട്ട് എന്നാ നെറ്റി തൊടണോന്ന്? എന്തായാലും നെറ്റി തൊട്ടേക്കാം എന്നും പറഞ്ഞ് നെറ്റിയിലിടുവാണ്. അപ്പൊ ഇത് കണ്ട് വി ജെക്കയുടെ അടുത്തേക്ക് ഓടി വരുവാണ് കുറി ഇടാൻ വേണ്ടിയിട്ട്. ഹലോ ഹലോ, ഇതെനിക്ക് മാത്രമുള്ളതാ, ഞാൻ ഒറ്റയ്ക്ക് ഇട്ടോളാം. ഡേയ് ഒരുമാതിരി അലുമ്പ് പരിപാടി കാണിക്കല്ലേ, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ? അതൊന്നും എനിക്കറിയാൻ പാടില്ല, ബട്ട് ഇതാർക്കും ഞാൻ തരാൻ പോണില്ല. ആ സമയം അങ്ങോട്ടേക്ക് യുവനും വരുവാണ്. എന്താ ഇവിടെ പ്രശ്നം? നോക്ക് ഞാൻ, ഇവ എനിക്ക് കുറി ഇടുന്നില്ല. കുറിയാ? അത് അവിടെ വെച്ച കഴിഞ്ഞല്ലോ. ഇവിടെ വെച്ച ആരാ കുറിയെന്ന്? അത് ശരിയാണല്ലോ. ആരാടാ നിനക്ക് കുറിയെന്നേ? അത് ഞാൻ ഇവിടെ വന്ന് നിന്നു, അപ്പോ എന്റെ കയ്യില് വീണു എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും വീണ്ടും കുറി വീഴുവാണ്. വീണ്ടും വീണു. എല്ലാവരും കുറി വന്ന ഡയറക്ഷനിൽ നോക്കുവാണ്. ആക്ച്വലി അത് കുറിയായിരുന്നില്ല, കാക്ക കഷ്ടായിരുന്നു. ഭാഗ്യം, താങ്ക്സ് ടാ നീ തരാത്തന്. ഇല്ലെങ്കിൽ കാക്ക കഷ്ടോ നെറ്റിയിൽ ചൂട് നടക്കേണ്ട ഗതികേട് വന്നേനെ എനിക്ക് നിന്നെ പോലെ. ഡേറ്റയോങ്ങ പോടാ പോടാ. ജിമിൻഷി കാക്ക കഷ്ടം. പോടാ പോയി കുളിയടാ. കഷ്ടം നെറ്റിയിലടിച്ചു വെച്ചേക്ക. ചുമ്മാ ഇരിക്കെ ഇല്ല, അവൻ നിങ്ങളെ മൂക്കടച്ച് കൈ തരും. സുഖം, സോറിടാ, പറ്റുള്ളടാ. ഡാഡാ ഇത് സാറിന് മാത്രമുള്ള സ്പെഷ്യൽ കുറിയാ, നീ എന്ന് എടുക്കാൻ പോലെ. ജിന്നേട്ടാ അവൻ നിങ്ങളെ കൊല്ലും, മര്യാദക്കിരിക്കും. മിണ്ടാണ്ടിരിക്കും. അയ്യോ ഇതാർക്കും തരാൻ പോയില്ല എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് അടിച്ചോണ്ട് നടന്നവനാ. നീ ആർക്കും കൊടുക്കണ്ട. പറഞ്ഞു തീരും മുമ്പ് തന്നെ ജെക്ക് കയ്യിലുണ്ടായിരുന്ന കാക്ക കഷ്ടം അങ്ങനെ ജിന്നേട്ടന്റെ മുഖത്ത് തേക്കുവാണ്.
വൃത്തിയിട്ടോനെ. ഇപ്പൊ ശരിയായി. ഇല്ലേ ഞാൻ ഒറ്റയ്ക്കായി പോയനെ. നിന്നെ ഞാൻ കൊല്ലോടാ പന്നി. എന്നിട്ട് ജിന്നേടനും ജെക്കെയും കൂടി പൊരിഞ്ഞ അടിയോടുമാണ് അവിടെ കിടന്ന്. ഇവർ 7 പേരും വലിയ ഐഡൽസ് ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഇവർ മാത്രമേ ആ മസാജ് സെന്ററിലുള്ളൂ. അപ്പൊ ഇവൻ വന്നിട്ട് അയ്യോ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ജിന്നും ജെക്കയും പിടിച്ചു മാറ്റാൻ നിന്ന OT5 കപ്ചപ്പ് നാവാണ്. ജിന്നപ്പ ജങ്കൂക്ക പോയി കുളിക്ക്, അപ്പം എല്ലാം ശരിയാവും. ഓക്കെ ഇവൻ തൊരാടപ്പം നീ നിനക്ക് പോടാ പൊട്ടൻ ചേട്ടാ. അപ്പം ബാക്കിയുള്ളവര് ആഹാ ഞങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം ഇതുങ്ങൾ കേട്ടാൻ നോക്കിയേ. അത് ഇവൻ പറഞ്ഞപ്പോൾ ടക്ക് ടക്കെന്നെല്ലാം ക്ലിയറായി ഊളകള്. എന്നിട്ട് 7 പേരെയും അവിടെയുള്ള സ്റ്റാഫ്സ് വന്ന് റൂമിൽ കൊണ്ടുപോയി വിടുവാണ്. അപ്പോൾ ഇവൻ അല്ല വൈദ്യരെ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് അത് പറയാൻ മറന്നു. ഇവിടെ കുളിക്കാനെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന എല്ലാവരും ആദ്യം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ പുഴയിലാണ് കുളിക്കാറ്. അത് ഭയങ്കര ആയുർവേദിക് മൂലികകളൊക്കെ ഉള്ള ഒരു മലയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ പോയി കുളിച്ച് വൃത്തിയായി വരണം. പദ്യം നോക്കണം, പിന്നെ കുറച്ച് കഷായം കുടിക്കണം, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. വഴിയെ പറയാം. അപ്പോൾ വൈദ്യരെ ഇന്നോട്ട് മസാജ് സ്റ്റാർട്ട് ചെയ്യുവാണോ? ഹേ ഇല്ല, നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഫുൾ അവർ യാത്രയൊക്കെ ചെയ്തു വന്നതുകൊണ്ട് നല്ല ടയർഡായിരിക്കും. അതുകൊണ്ട് തന്നെ മസാജ് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് ടോർച്ചർ ചെയ്താൽ ശരിയാവില്ല. ശരി വൈദ്യരെ. ഇപ്പോൾ അവർ കുളിച്ചിട്ട് വരണം. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പോകുന്ന ടൈം നാടും കാണാമല്ലോ. ശരി വൈദ്യരെ. എന്നിട്ട് യുവനും വന്ന് OT7 എല്ലാ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കി കുളിക്കാൻ പുഴയിലോട്ട് കൊണ്ടുപോവാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മെയിൽ സ്റ്റാഫും കൂടെ ഉണ്ട്. അത്ര ഡെവലപ്പ് ആവാത്ത ഒരു ഗ്രാമമാണത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കേരളത്തിന്റെ ഭംഗിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ജിമിൻഷി ഓടി വന്ന് ഒരു പൂവ് എടുക്കാൻ പോവാണ്. അപ്പോൾ ആരം ഡേ ജിമിനെ വേണ്ടടാ, കഴിഞ്ഞ ടൈം നടന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ കഴിഞ്ഞ തവണ നടന്നതെന്നുള്ള കാര്യം സീസൺ 1 കണ്ടവർക്ക് നല്ല ഓർമ്മ കാണും. അപ്പോഴേ ജിമിൻഷിയും അത് ആലോചിക്കുവാണ്. എൻ്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേ. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പോവാണ് പുഴയിലോട്ട് കുളിക്കാൻ. ടൈം സ്കിപ്പായി. ഇപ്പോൾ പുഴയുടെ അടുത്തെത്താറായി. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്താണ് വരുന്നത്. അവിടെ ഒരു സൈഡിൽ കുറച്ച് ലേഡീസ് അടിച്ചനച്ച് കുളിക്കുവാണ്. പക്ഷേ OT7 യുവനും ഇത് കാണുന്നേ ഇല്ല. കാരണം അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുന്നതിൻ്റെ മൂഡിൽ ഇതൊന്നും കാണാനൊന്നും അവർക്ക് സമയമില്ല. അപ്പം ജിമിൻഷി ഓടി വന്ന് പുഴയിൽ ചാടുവാണ്. ബാക്കി എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും ഭംഗി ആസ്വദിക്കുന്നതിൻ്റെയും തിരക്കിലായതുകൊണ്ട് ആരും ജിമിൻഷി പുഴയിൽ കുളിക്കാൻ ചാടിയത് അറിഞ്ഞുകൂടിയില്ല. കുറച്ച് കഴിഞ്ഞ് ആരം ഡേ ബാ കുളിക്കാൻ പോവാം. 1 2 3 അല്ല ഒരെണ്ണം എവിടെ? 7 പേരുണ്ടല്ലോ. ഇല്ലടാ, ആ താറാക്കുഞ്ഞിനെ കാണാനില്ല. ദൈവമേ, പരുന്തെങ്ങാനും കൊത്തിക്കൊണ്ട് പോയോ ആവോ? അല്ല ഇനി താറാക്കുഞ്ഞ് വെള്ളം കണ്ട് ചാടിയിട്ടുണ്ടാവോ? അയ്യോ എന്റെ ജിമിനെവിടെ? Where is my soulmate? ഡേ ചുമ്മാ ഇടുന്ന് കാറാതടാ. നമുക്ക് നോക്കാം, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ജിമിൻഷി. അതേ ടൈമിൽ പുഴയുടെ മറ്റൊരു സൈഡിൽ കുറച്ച് ബഹളം കേൾക്കുന്നുണ്ട്. അത് ജസ്റ്റ് കണ്ടിട്ടും മൈൻഡ് ആക്കാൻ ജിമിൻഷിയെ തിരക്കുവാണ്. ഇവിടെ എല്ലാവരും ജിമിൻഷിയെ തിരക്കുന്നതിനിടയിൽ അവിടെ നിന്ന് കുറച്ച് മാമന്മാരെ ഒരാളെ അമ്മാനം ആട്ടിക്കൊണ്ട് വരുവാണ്. ഇവിടെ OT6 യുവനും ജിമിൻഷിയെ തകൃതിയായിട്ട് അന്വേഷിക്കുകയാണ്. ജിമിന നീ എവിടെടാ? ഇനി പൊത്തിലെങ്ങാനും പോയോ ദൈവമേ? ജിമിൻഷേ ഈ ചെറുക്കൻ ഇതെവിടെ പോയതാണോ ആവോ? എൻ്റെ ദൈവമേ, PDHനും ആർമി എന്നെ കൊല്ലും. അയ്യോ ഈ ചെറുക്കനൊന്ന് കണ്ണിന് നേരെ കാണിച്ച് താ ദൈവമേ. ആ ടൈമില് ഒരു ഫെമിലിയർ സൗണ്ട് കേൾക്കുവാണ്. അയ്യോ ജിമിന്റെ സൗണ്ട് അല്ലേ ഇത്? ആടാ ഹോബാ. ജിമിന ആ സൗണ്ട് ഇത് എവിടെ നിന്ന് കേട്ടത്? അപ്പോൾ അവരുടെ അടുത്തുകൂടെ ആ മാമ്മമാര് ഒരാളെ കൊണ്ടുപോവാണ്. ആ ആളെ എവിടെയോ കണ്ട പോലെ അല്ലേ? ഇത് ഞാനാടാ. അയ്യോ ജിമിനെ, നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ നാട് മുഴുവൻ നടക്കുമ്പോ നീ അവരുടെ മണ്ടക്കേറിയിരുന്ന് കളിക്കാ. ചേട്ടനാണെന്നൊന്നും നോക്കൂല, വായി വരുന്ന എല്ലാം പറയും ഞാൻ. എന്നെ താഴെ ഇറക്കാൻ പറയടാ. അപ്പൊ ഇവനും ആ ചേട്ടന്മാരുടെ അടുത്ത് പോയി എന്താ കാര്യം എന്ന് തിരക്കുവാണ്. അയ്യോ ജിമിൻഷി. എന്താ ചേട്ടന്മാരെ, എന്താ പറ്റിയേ? ഈ ബംഗാളി ചെറുക്കൻ, ചേട്ടന്മാരെ കൊറിയൻ, എന്തെന്നായാലും ഈ ചെറുക്കൻ നമ്മുടെ പെണ്ണുങ്ങളെ കുളിച്ചുകൊണ്ട് നടന്ന കടവില് ചാടിയെന്നേ, നാണം കെട്ടവൻ. എന്നിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാണ്. അതായത് ജിമിൻഷി പുഴയിൽ നേരത്തെ കുളിച്ചുകൊണ്ടിരുന്ന ചേച്ചിമാരുടെ ഇടയിൽ ചാടി കുളിക്കാൻ തുടങ്ങിയതാണ് പാവൻ ചെയ്ത തെറ്റ്. അങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ നിന്ന് കുളിക്കുന്നത് പോലും ആ പാവൻ കണ്ടിട്ട് കൂടിയില്ല. അപ്പോൾ പ്രോബ്ലം എല്ലാം പറഞ്ഞ് സോൾവ് ആക്കി ഇവനും OT7 അവിടെ നിന്ന് മറ്റൊരു സൈഡിൽ പോയി കുളിക്കുവാണ്. അപ്പോൾ ജിമിൻഷി ഇന്നിന് കിട്ടിയതിനും കൂടി ഒഴിഞ്ഞെടുക്കേണ്ടി വരുമെന്നാ തോന്നണേ. ജിമിൻഷി, നിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വല്ല ഇടിയും തകരാറും ഉണ്ടായോ? ആടാ വല്ല തകരാറും. വാടാ കാണിച്ചേരാടാ തകരാറ്. മിണ്ടാടിരേടാ പെങ്കൊച്ചിരിക്കുമ്പോൾ. ഇവനും ഇവരെ കുളിച്ചു വരുന്നത് വരെ കൂടെ വന്ന മെയിൽ സ്റ്റാഫിനോട് സംസാരിച്ചിരിക്കുവാണ്. കുറേ നേരത്തെ നീണ്ട നീരാട്ടിന് ശേഷം അവരെല്ലാവരും പുഴയിൽ നിന്ന് കയറി വരുന്നുണ്ട്. ഇത്രയും നേരം സംസാരിക്കാൻ ഇതിനു മാത്രം എന്ത് കാര്യങ്ങളാണോ ഉള്ളത്? ഇവ നമ്മുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നതാണോ? ആണെന്നാ തോന്നുന്നത്. കള്ളപ്പന്നി. വായുവൻ പോവാം. കുളിയൊക്കെ കഴിഞ്ഞോ? വൈദ്യരുടെ വീട്ടിലേക്ക് പോവാം.
അല്ല ഞാൻ നാടൊക്കെ കാണണ്ടേ? കാണാം. അല്ല നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലേ? ഫുഡ് കഴിക്കണ്ടേ? പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ ആ മെയിൽ സ്റ്റാഫ് എന്നാൽ ഇവിടെ തൊട്ടടുത്ത് ഒരു ചെറിയ ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഊണ് കഴിക്കാം. ഞാൻ എന്തായാലും വൈദ്യരെ വിളിച്ച് പറഞ്ഞിട്ട് വരാം, നിങ്ങൾ നടന്നോ. ടൈം സ്കിപ്പായി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. OT7 എല്ലാവരെക്കാളും മുമ്പേ തന്നെ ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ JK, ചേട്ടാ ആ പോസ്റ്റിൻ്റെ അടുത്ത് ആരാ ഫസ്റ്റ് എത്തണേന്ന് നോക്കാം, വാ. ഓക്കെ ഞങ്ങൾ റെഡി. ഫുഡ് കഴിച്ചിട്ട് ഓടാനാ? നോ വേ, നിനക്കൊക്കെ പ്രാന്താടാ. മര്യാദയ്ക്ക് വന്നോ ഹ്യോങ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കുളത്തിൽ കൊണ്ടിടും, പിന്നെ കഴിക്കുന്നതിൽ പാറ്റയെ പിടിച്ചിടും. മതിയടാ മതി. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഓട്ട മത്സരം നടത്തണം, അത്രയല്ലേ ഉള്ളൂ. വരണു. ദൈവമേ, ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ എന്നെ കൊണ്ടുവന്നിട്ടതിന് വളരെ നന്ദി. എൻ്റെ വിധി ആർക്ക് കൊടുക്കല്ലേ ദൈവമേ. അങ്ങനെ എല്ലാവരും ഓട്ട മത്സരം നടത്താണ്. ഇത് കണ്ട് ചിരിച്ചിരിച്ച് യുവാനും പുറകെ വരികയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ JKയാണ് ഏറ്റവും മുന്നിൽ. ഹൈ, ഞാൻ തന്നെ ജയിക്കും. അതെന്താ? അയ്യോ, എന്നെ ആരോ കൊല്ലാൻ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടുവാണ്. ഈ ചെറുക്കന് ഇതെന്താ പറ്റിയേ? അതെന്താ അത്? അയ്യോ, ഓടിക്കോടാ. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന OT7 എല്ലാം തിരിഞ്ഞോടുവാണ്. എന്നോട് അപ്പോഴേ PDHM പറഞ്ഞതാ ബോഡി ഗാർഡ്സിനെ കൂടി കൊണ്ടുവരാൻ. അയ്യോ, എനിക്കിപ്പോഴേ പടമാവണ്ടേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കും നമ്മളോട് ഇത്ര വിരോധം? അറിയില്ല ഹോപ്പേട്ട, ചിലപ്പോൾ ഏതേലും ആർമി നമ്മളിൽ ആരെങ്കിലേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടാവും. യു മീൻ ആ കുട്ടിയുടെ അച്ഛൻ? എക്സാക്ട്ലി. അതിന് കളർ കോഡൊക്കെ ഉണ്ടാവോ? ചിലപ്പോൾ ഇവിടെ കാണും. ഞാൻ അപ്പോഴേ എല്ലാത്തിൻ്റെ ഐബ്രോസ് അങ്ങ് ട്രിം ചെയ്താൽ മതിയായിരുന്നു. അത് അപ്പോഴേ ചെയ്യണമായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് എന്തിനാ? ദേടാ അടുത്തെത്തി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ ഓടും മനുഷ്യ എന്ന് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഓടുവാണ്. ഓബിച്ചാ, ജുണിച്ചാ, ജിനേട്ടാ, നിങ്ങളെല്ലാരും എന്തിനാ ഓടണേ? യുവൻ ഓടിക്കോ, ഞങ്ങൾ ആരോ കൊല്ലാൻ വരുന്നു. എന്നിട്ട് യുവന്റെ കൈ പിടിച്ച് ജെഹോപ്പ് ഓടുവാണ്. അയ്യോ നിക്ക്, ആരാ നോക്കട്ടെ. വേണ്ട, യുവൻ ആകെ കലുതുള്ളിയാ പറഞ്ഞ് മുമ്പിൽ കാണുന്ന എല്ലാവരെയും കൊല്ലും. ഞാൻ നോക്കട്ടെ, എന്നെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് യുവൻ ഹാർഡായിട്ട് കൈ തിരിച്ചു വലിക്കുവാണ്. ആ ഫോഴ്സിൽ ഹോപ്പേട്ടന്റെ ബാലൻസ് പോയി നേരെ ചെന്ന് ബാക്കിയുള്ള മെമ്പേഴ്സിനെ പോയി ഇടിച്ച് അടുത്തുള്ള ഒരു വിത്ത് വിതയ്ക്കാൻ ഇട്ടേക്കുന്ന പാടത്തില് എല്ലാരും അങ്ങനെ പോയി വീഴുവാണ്. യുവൻ ഇത് കാണുന്നില്ല. സോ യുവൻ നോക്കുമ്പോ അതൊരു ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാടായിരുന്നു. അയ്യോ ഹോബിച്ച, അത് ഇതവിടെ പോയി, എല്ലാരും ഇതോടെ പോയി. ഇതവിടെ നിന്ന് സൗണ്ട്. ഓ, മാനത്തോട്ട് നോക്കാൻ അവിടെ താറോ പറക്കാണ്. ഇവിടെ താഴെ നോക്ക്. അയ്യോ, ഇതെന്ത് കോല. ആകെ ചളി വരണ്ട, ആകെ കോമഡി ആയിട്ടുണ്ട്. അവിടെ നിന്ന് ചിരിക്കാതെ ഞങ്ങളെ വന്ന് പിടിച്ച് കയറ്റി വിട്ടി. ഓ സോറി. എന്നിട്ട് അവരെ നേരെ പിടിച്ച് മുകളിൽ കയറ്റാൻ കൈ കൊടുക്കുകയാണ്. സുഖ യുവന്റെ കൈ ഫോഴ്സിൽ പിടിച്ച് താഴോട്ടൊരു വലി. അവിടെ എല്ലാവരുടെ ഇടയിൽ യുവനും വന്ന് വീഴുവാണ്. ഇപ്പൊ കോളം പൂർത്തിയായി. എന്റെ ഡ്രസ്സ് ആകെ കോളാക്കി ദുഷ്ടന്മാര്. അവിടെ നിന്ന് ഞങ്ങളെ കളിയായിക്കൊണ്ടിരുന്നല്ലേ, ഇപ്പൊ സന്തോഷായി. അയ്യോ, ഇനി ഒന്നുകൂടി കുളിക്കേണ്ടി വരുമല്ലോ ദൈവമേ. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും വീണ്ടും കുളിച്ചിട്ട് മസാജ് സെന്ററിലേക്ക് പോവാണ്. ടൈം സ്കിപ്പായി. പിറ്റേന്ന് മോർണിംഗ് കുറെ അലർച്ചയോടെയാണ് തുടങ്ങുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പാവ ഐഡൽസിനെ ഞെക്കി പിഴിഞ്ഞെടുക്കുവാണ്. അയ്യോ അമ്മ, അയ്യോ എന്തുവാടാ ഇത്? ഇതാടാ കേരള മസാജ്. എന്റെ എല്ലാ അവയവവും പോയെന്നാ തോന്നണേ. അയ്യോ അമ്മ, അയ്യോ ഈ ഹോപ്പേട്ടിന് മാത്രം എന്താ ഒരു കൂസലും ഇല്ലാത്തത്? ഇതെല്ലാം സിലി ബിലി മാറ്റപ്പാ. അവനകത്തും അല്ല എല്ലാം ഉണ്ടെങ്കിലല്ലേ ഈ വേദനയൊക്കെ ഉണ്ടാവും. ആ സമയം എണ്ണ തേക്കാൻ എടുത്തു വെച്ചിരുന്ന ഒരു ബോൾ താഴെ വീണ് ഉരുണ്ടു പോവാണ്. എന്താടാ അത് ഉരുണ്ടു പോണത്? എന്റെ കാൽമുട്ടിന്റെ ചിരട്ടയായിരിക്കും യോ. ഓ, നീ ജീവനോടെ ഉണ്ടായിരുന്നല്ലേ അവിടെ? മര്യാദയ്ക്ക് തായ്ലാൻഡിൽ പോയാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്തിന്? അങ്ങനെ ഒരു നീണ്ട മസാജൊക്കെ കഴിഞ്ഞ് വൈദ്യര് 7 പേർക്കും കഷായം കൊടുക്കാണ്. അപ്പൊ ജിനേട്ടൻ, യുവൻ, എന്താ ജിനേട്ടാ ഇത് കുടിക്കാൻ എങ്ങനാ? സൂപ്പർ ടേസ്റ്റാ, ശർക്കരയും തേനും ഒക്കെ മിക്സ് ചെയ്തതാ. ഓ സൂപ്പർ. എന്നിട്ട് ഹ്യോങ് ലൈൻ അങ്ങനെ കുടിക്കാണ്. കുടിച്ചിട്ട് നേരെ യുവൻ ഒരു നോട്ടം നോക്കുവാണ്. 4 പേരും ഒരുപോലെ. അപ്പൊ ജിമിൻഷി, എങ്ങനെയുണ്ട് ജിനേട്ടാ, കൊള്ളാമോ? പിന്നെ സൂപ്പർ. അപ്പൊ മഗ്നയിലായനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒറ്റയടിക്ക് കുടിക്കാണ്. അതേ വേഗത്തിൽ കഷായം തുപ്പാനും വരുവാണ്. അപ്പൊ അവിടെ നല്ല ബോഡിയൊക്കെ ഉള്ള 2 പേര് ഒരു കമ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കഷ്ടപ്പെട്ട് വിഴുങ്ങുകയാണ് 3 പേരും. അപ്പൊ യുവൻ, നശിപ്പിച്ചു. തുപ്പാത്ത എന്താ? തുപ്പിയിരുന്നെങ്കിൽ പണിഷ്മെന്റ് ആയിട്ട് 2 കപ്പ് കഷായം കൂടി തന്നേനെ. ആഹാ, കുട്ടിപ്പിശാശി കുട്ടിയോട് പോയിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഇത്രയും ബഹളം ഉണ്ടാക്കാൻ അതിന് മാത്രം കയ്പൊന്നും അതിനില്ലല്ലോ. ആഹാ, 2 കുപ്പി കഷായം കുടിക്കാൻ വരെ കഴിവുള്ള ഞങ്ങളുടെ യുങ്കിച്ച മാസ്. അതിന്റെ ഒരടപ്പ് കഴിവ് എനിക്ക് തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുറച്ച് മാസം ഞാനും കാണിച്ചേനെ. അയ്യോ യുങ്കിച്ച, അത് പറയണ്ടേ? എന്നാ പിന്നെ 1 കപ്പ് കൂടി എടുക്കാല്ലേ? മാലാഖയുടെ മുഖമുള്ള സാത്താൻ കുഞ്ഞ്.
ചിരിക്കണാണ്ടില്ലേ? കുറച്ചും കൂടി കഷായം കുടിച്ച് നമ്മുടെ മാസ് എന്താണ്, നമ്മുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക യോങ്കിച്ച. സാബാഷ്. സാത്താൻ കുഞ്ഞിന്റെ കൂടെ കുട്ടിച്ചാത്തനെ ചേർന്നല്ലോ തമ്പുരാന്. ആരേലും എന്നെ ഈ രണ്ടിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്ത്. അപ്പൊ ജൂണിച്ചൻ, ഏയ് അങ്ങനെയൊന്നും ചെയ്യല്ലേ, അതൊന്നും വേണ്ട. ആഹാ, ദൈവം മറുവേഷത്തിൽ എന്നെ രക്ഷിക്കാൻ നീയായി വന്നതാടാ. ഒരു കുപ്പി കഷായം കൊടുത്താലും അവൻ ഈസി ആയിട്ട് കുടിക്കും അല്ലേടാ. അവന് ഒരു കപ്പ് കൊടുത്ത് നിങ്ങൾ കളിയാക്കാൻ നോക്കുക. ഒരു കുപ്പി കഷായം അങ്ങോട്ട് കുടിച്ച് കാണിച്ചു കൊടുക്കുക യോങ്കിച്ച. ദൈവമല്ല, സാത്താൻ സാത്താൻ. അപ്പൊ എങ്ങനെ കുടിക്കല്ലേ? അങ്ങനെ കുടിച്ച് കാണിച്ചു കൊടുക്കുക യോങ്കിച്ച. പൗരട്ടെ പൗര്. കുടിക്കാൻ പോവാ. അപ്പൊ ഇവൻ വന്നിട്ട് യുങ്കിച്ച ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാനൊന്നും പാടില്ല. അയ്യോ രക്ഷപ്പെട്ട്. അല്ലേലും എനിക്കറിയായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിയും ചിരിയുമായി കുറച്ച് ദിവസം അവിടെ മസാജ് സെന്ററിൽ തന്നെ പോവാണ്. പിന്നെ ആ സ്ഥലവും വിസിറ്റ് ചെയ്ത് അവരെല്ലാവരും കൊറിയയ്ക്ക് തന്നെ പോകുന്നിടത്ത് വെച്ച് ഈ സീസൺ എൻഡ് ആവുകയാണ്. അതായത് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ദി എൻഡ്. അടുത്ത നല്ലൊരു FF5 വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. സറാങ്ങേ ബുക്ഷിപ്പോൾ. ലവ് യു സോ മച്ച് ആൻഡ് മിസ് യു സോ മച്ച്.